Hi dears, welcome back. അപ്പോൾ ഇന്നത്തെ ഇഫ്താർ സ്പെഷ്യൽ മലബാർ ഏരിയകളിലൊക്കെ ഒരുവിധം എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മുടെ കായ്പോളയാണ്. അപ്പോൾ നോമ്പ് സമയത്തൊക്കെ ഇതുപോലെ ഉണ്ടാക്കാൻ നല്ല എളുപ്പം അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കൊക്കെ ഉണ്ടാക്കാനും കഴിക്കാനും ആയിരിക്കും എല്ലാവർക്കും ഇഷ്ടമുണ്ടാവുക. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ സ്പെഷ്യൽ കായ്പോള തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേയായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു കായ്പോള തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറുതാണെങ്കിൽ ഒരു 3-4 എടുക്കാം. എന്നിട്ടിത് തൊലി കളഞ്ഞ് 4 കീറായിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ അത്യാവശ്യം ചെറിയൊരു കട്ടിക്ക് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇതിനെടുക്കുന്ന പഴം ഒരുപാട് പഴുപ്പ് കൂടിയ പഴവും ആവരുത് കേട്ടോ. അങ്ങനെ ആകുമ്പോഴേ കറക്റ്റ് ടെക്സ്ചറിൽ കിട്ടുകയുള്ളൂ. ഇനി ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നെയ്യൊക്കെ നന്നായിട്ട് ചൂടായി വന്നാൽ ഇനി ഇതിലേക്ക് കുറച്ച് നട്ട്സ് ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് ഉണക്കമുന്തിരി ഇട്ടിട്ടാണ് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ അണ്ടിപ്പരിപ്പിൻ്റെയും ഉണക്കമുന്തിരിൻ്റെയൊക്കെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി അഥവാ കയ്യിലില്ലെങ്കിൽ ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതും കൂടി ഉണ്ടാകുമ്പോൾ ഇടയ്ക്കൊന്ന് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അണ്ടിപ്പരിപ്പ് ഉണക്കമുന്തിരി നന്നായിട്ടൊന്ന് റോസ്റ്റായിട്ട് കിട്ടിയാൽ പാനിൽ നിന്ന് മാറ്റാം. ഇനി ആ നെയ്യിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ കളറൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് വാട്ടി വരട്ടെ. അപ്പോൾ പഴം അവിടെ വഴന്ന് വരുന്ന സമയം കൊണ്ട് ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 4 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 4-5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടി കയ്യിലില്ലെങ്കിൽ ഏലക്കായ ചേർത്ത് ഒരു 2-3 ഏലക്കായ ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി പാല് ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. സാധാരണ മുട്ട വെച്ചിട്ട് മാത്രമായിട്ടും ചെയ്തെടുക്കാറുണ്ട്. അപ്പോൾ പാല് ചേർക്കണം നിർബന്ധമൊന്നുമില്ല. ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഒരുപാട് ഓവറായിട്ട് അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഒരു പഞ്ചസാരയും മുട്ടയും പാലും എല്ലാം കൂടെ ഒന്ന് മിക്സായിട്ട് കിട്ടിയാൽ മതിയാവും. അപ്പോൾ ഈ ഒരു സമയം തന്നെ നമ്മൾ നേരത്തെ വഴറ്റിയെടുക്കാൻ വെച്ചിട്ടുള്ള പഴം നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് പാനിൽ നിന്ന് വേറൊരു ബൗളിലേക്ക് മാറ്റാം. കൂടെ തന്നെ ഇതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിയും മുന്തിരിയും അതിൽ നിന്നൊരു 1/4 ഭാഗം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് മുകൾ ഭാഗം ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് അടിച്ച് വെച്ചിട്ടുള്ള മുട്ടയുടെ മിക്സ് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം ഇനി ഇത് വേവിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കടായി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് നെയ്യൊന്ന് താഴ്ഭാഗത്ത് ബ്രഷ് ചെയ്ത് കൊടുക്കാം. നമ്മൾ പഴം വാട്ടാൻ എടുത്തിട്ടുള്ള ആ ഒരു പാനിൽ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു കുഴിയുള്ള പാത്രം ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഈ ഒരു കടായി എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ബാറ്റർ ഒഴിച്ചിട്ട് പഴമൊക്കെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡാക്കി ഒരുപോലെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡാക്കി കൊടുത്ത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ അടിഭാഗം കരിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പാനിൻ്റെ താഴ്ഭാഗത്ത് പഴയ നോൺ സ്റ്റിക്കിൻ്റെ പാൻ ഉണ്ടെങ്കിൽ അതോ അല്ലെങ്കിൽ പഴയ ഏതെങ്കിലും അലൂമിനിയത്തിൻ്റെ അടപ്പുണ്ടെങ്കിൽ അതോ വെച്ച് കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് അടി പിടിക്കുകയൊന്നുമില്ല. കറക്റ്റായിട്ട് തന്നെ നല്ല സെറ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇനി ഇത് അടച്ച് വെച്ച് ഒരു 20 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പാത്രത്തിനനുസരിച്ചും അതുപോലെ തന്നെ ഫ്ലെയിമിനനുസരിച്ചൊക്കെ ടൈമിൽ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഏകദേശം ഒരു 1/4 വേവായാൽ തുറന്നിട്ട് നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു നട്ട്സ് മുകൾ ഭാഗത്തായിട്ട് വിതറി കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം വെന്ത സമയത്താണ് തുറന്ന് നോക്കി നട്ട്സൊക്കെ മുകളിൽ വിതറി കൊടുത്തിട്ടുള്ളത്. ഇനി മുകൾ ഭാഗം ഒന്ന് കളർ മാറ്റി ഒന്ന് ബ്രൗൺ കളറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു പാനിലേക്ക് മറിച്ചിട്ടിട്ട് ഒരു 2 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ്. ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും. എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്തതാണ്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി നല്ല സ്നാക്കുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ. ബൈ. താങ്ക് യു.